ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മൂന്നാർ പട്ടണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാർ എന്ന പേരിന് കാരണം മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള ഈ 3 നദികളുടെ സംഗമവേദി ആയതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞുയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ, അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഇന്ന് ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പുൽമേടുകളും ഷോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിന് പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഷോലക്കാടുകളിലും പുൽമേടുകളിലും നീലനിറം പകരും. 2018 അവസാനമായ നീലക്കുറിഞ്ഞി പൂത്തത്. ഇനി 2030 ഈ കുറിഞ്ഞി പുഷ്പിക്കൽ കാണാം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി 2695 മീറ്റർ മൂന്നാറിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴരും ചുരുക്കം മലയാളികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. ഇവരെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളായാണ് കൊണ്ടുവന്നത്. തോട്ടങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജർമാരെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് താമസിക്കാനായി അക്കാലത്ത് പണിത കുറേ ബംഗ്ലാവുകളും മൂന്നാറിലുണ്ട്. സായിപ്പന്മാരെ വളരെയധികം ആകർഷിച്ച ഒരു പ്രദേശമാണ് മൂന്നാർ. 2000 കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മുതൽ 1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് അവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികൾ കൂടുതലും ഇവിടെ സന്ദർശിക്കാറുള്ളത്. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിനടുത്താണ്. തെക്കിൻ്റെ കാശ്മീർ എന്ന അപരനാമത്തിലാണ് മൂന്നാർ അറിയപ്പെടുന്നത്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ നയനങ്ങൾക്ക് വേറിട്ട അനുഭൂതിയും കാഴ്ചകളും നൽകുന്നതാണ്. മാട്ടുപ്പെട്ടി. മൂന്നാർ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് മാട്ടുപ്പെട്ടി. 1700 മീറ്റർ ഉയരത്തിലുള്ള മാട്ടുപ്പെട്ടിയിൽ പഴയ അണക്കെട്ടും വലിയ ജലാശയവും ഉണ്ട്. ഈ തടാകത്തിൽ ബോട്ടിങ്ങിനും സൗകര്യങ്ങളുണ്ട്. ടോപ്പ് സ്റ്റേഷൻ. മൂന്നാറിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയാണ് ടോപ്പ് സ്റ്റേഷൻ. മൂന്നാർ കൊടൈക്കനാൽ റോഡിൽ സമുദ്രനിരപ്പിൽ നിന്നും 1700 മീറ്റർ ഉയരെയാണ് ഈ സ്ഥലം. തമിഴ്നാട് തെക്കുഭാഗത്തായി കൊളുക്കുമലയും വടക്കു പടിഞ്ഞാറായി കുണ്ടള പ്രദേശങ്ങളും കാണാൻ കഴിയുന്ന ടോപ്പ് സ്റ്റേഷനിൽ നിന്നും കൊടൈക്കനാൽ വരെ നീളുന്ന നടപ്പാതയുമുണ്ട്. ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി. 2700 മീറ്ററോളം ഉയരമുണ്ട് ഇതിന്. വനം വകുപ്പിൻ്റെ അനുമതിയോടെ ആനമുടിയിലേക്ക് ദീർഘദൂര നടത്തത്തിന് അനുമതിയുണ്ട്. മൂന്നാറിലെ ഇരവികുളം ദേശീയോദ്യാന അധികൃതരാണ് അനുമതി നൽകുന്നത്. മൂന്നാറിൽ എങ്ങനെ എത്താം? അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആലുവ 108 കിലോമീറ്ററും അടുത്തുള്ള എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് 108 കിലോമീറ്ററുമാണ്.